വീട്ടിൽ പ്രസവം നടന്നതിനെ തുടർന്ന് കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് നൽകാനാകില്ലെന്ന് പറഞ്ഞ് ജനന സർട്ടിഫിക്കറ്റ് നിഷേധിച്ചിരിക്കുകയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കമുള്ള ആളുകൾ. ഇത് കോട്ടൂളി സ്വദേശികളായിട്ടുള്ള ആളുകൾക്കാണ് ജനന സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുന്നത്. ഇപ്പോഴായിരുന്നു പ്രസവം നടന്നത്. നിങ്ങൾ ഇങ്ങനൊരു വാർത്ത കുറച്ച് പേരെങ്കിലും കണ്ടു കാണും, യൂട്യൂബിലോ ന്യൂസിലോ എവിടെയെങ്കിലും. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കുട്ടി ജനിച്ചിട്ടും ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല, അതായത് വീട്ടിൽ ജനിച്ചിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ന്യൂസ് കാണുമ്പോൾ അല്ലെങ്കിൽ ന്യൂസിൻ്റെ തുടക്കമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് എന്തെങ്കിലും കാരണം കൊണ്ട്, അതായത് ഹോസ്പിറ്റലിൽ എത്തിപ്പെടാൻ പറ്റാത്ത കാരണം കൊണ്ട് ജനിച്ചിട്ടാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതെന്ന്. ഒരിക്കലുമല്ല. അവർക്ക് എല്ലാ തരം ഫെസിലിറ്റീസ് ഉണ്ടായിട്ടും അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസ്, അതായത് അവർ കേസ് കൊടുത്തത് കൊണ്ടാണ് ഇത് പുറത്ത് വന്നത് തന്നെ. അതായത് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞ് അവർ കേസ് കൊടുത്തത് കൊണ്ടാണ് ഇതെല്ലാവരും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. എന്തായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം. വീട്ടിൽ പ്രസവം നടന്നതിനെ തുടർന്ന് കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് നൽകാനാകില്ലെന്ന് പറഞ്ഞ് ജനന സർട്ടിഫിക്കറ്റ് നിഷേധിച്ചിരിക്കുകയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കമുള്ള ആളുകൾ. ഇത് കോട്ടൂളി സ്വദേശികളായിട്ടുള്ള ആളുകൾക്കാണ് ജനന സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുന്നത്. ഇപ്പോഴായിരുന്നു പ്രസവം നടന്നത്. നവംബർ 2 പ്രസവം നടന്നത്. നമുക്ക് ഒക്ടോബർ 28 ഡേറ്റ് കിട്ടിയത്. ഒക്ടോബർ 28 പോയിട്ട് ചെയ്യാനുള്ളൊരു താല്പര്യമില്ലായിരുന്നു. വെച്ചാൽ വാക്സിനേഷനും കാര്യങ്ങളൊന്നും താല്പര്യമില്ലായിരുന്നു, മരുന്ന് വെച്ച് ചെയ്യാനൊന്നും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ പോകാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ രാവിലെ പ്രസവം നടക്കുകയും ചെയ്തു. പ്രസവം നടന്ന് ഒരു 11 മണിയായപ്പോൾ പ്രസവം നടന്ന് 2 മണിയായപ്പോൾ തന്നെ നമ്മളെന്ത് ചെയ്ത് സ്മാർട്ട് പറഞ്ഞ ഇതിൻ്റെ ആപ്പ് ഉണ്ട്, അതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തും ചെയ്തു. പക്ഷേ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടും നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി വന്നു. കാരണം പറയുന്നത് അവരിപ്പം കാരണം പറഞ്ഞു വെച്ചാൽ ഒരു തെളിവില്ല എന്ന് പറയുന്നത്. കുട്ടി ഇവിടെ തന്നെയാണ് ജനിച്ചതെന്ന് എന്ത് തെളിവ്, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇതിന് അപ്ലൈ ചെയ്തിട്ട് ഞങ്ങളെങ്ങനെ അറിയാം എന്നൊക്കെ രീതിയിലാണ് അവർ ചോദിക്കുന്നത്. തെളിവ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണിച്ചതിൻ്റെ തെളിവും പിന്നെ പോസ്റ്റൽ കെയറിൻ്റെ തെളിവും ഈ കുട്ടിയാണ് ഇതിൻ്റെ ഒരു തെളിവ്. അതിൽ കൂടുതൽ തെളിവ് ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ട് അവരിതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഇതിൽ അവർ ഹോസ്പിറ്റലിൽ ചെന്ന് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അവർ ജെനുവിനായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അതായത് ഇത് ഇവിടെ തന്നെ ജനിച്ച കുട്ടിയാണോ, അത് നിങ്ങളുടെ കുട്ടിയാണോ എന്നൊക്കെ ഒരു ഡൗട്ട് അവർക്ക് വരും, സ്വാഭാവികമായിട്ടും വരും. എങ്ങനെ വരാതിരിക്കും? കാരണം ഇതൊന്നും അവർ ഒരു സ്ഥലത്തും ഇതിനെപ്പറ്റി രജിസ്റ്റർ ചെയ്തിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് അവിടെ ചെന്നാൽ അവരങ്ങ് സമ്മതിക്കുമോ? അങ്ങനെയാണോ ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് ലോജിക്കലി ചിന്തിച്ചാൽ മതി. അവർ ഈവൻ ആശാ വർക്കേഴ്സിനോ അവിടുത്തെ നഴ്സറിയോ ഒരു സ്ഥലത്തും കോൺടാക്ട് ചെയ്തിട്ടില്ല. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഗോതമ്പും കാര്യങ്ങളൊക്കെ കിട്ടും, അതൊന്നും നമുക്ക് വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അതിൽ. അപ്പോൾ അതൊക്കെ ഒരു വാലിഡ് ആയിട്ടുള്ളൊരു റീസൺ ആണോ എന്നൊന്നും എത്ര ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ട് അവരിതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ആളുകൾക്ക് ഒരു കൗതുകമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതിങ്ങനെ സാധാരണ ഹോസ്പിറ്റലിൽ നല്ല പ്രസവമൊക്കെ നടക്കാറ്. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെ പഠിച്ചു? ഇത് നമ്മൾ രണ്ടുപേരും അക്യുപഞ്ചർ പഠിച്ചതായിരുന്നു. അപ്പം ഇതിനകത്ത് പ്രസവം എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും പറയുന്നില്ല എന്നെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ പതറാതെ ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്തത്. ഇതിനു ശേഷം ഈ പ്രസവത്തിന് ശേഷം ഈ കുട്ടിയും അമ്മയും ഡോക്ടറെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിലും ചെയ്തു? ഇല്ല, പ്രസവത്തിന് ശേഷം പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് പോയിട്ടില്ല. നമുക്ക് പിന്നെ എന്തായാലും പോയി കഴിഞ്ഞാൽ ഒരു മരുന്നും കാര്യങ്ങളും വാക്സിനേഷൻ ചെയ്യാനൊക്കെ പറയും. അതിനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് പോകാഞ്ഞത്. പിന്നെ അതിന് ശേഷം പേഴ്സണൽ കെയർ പോയിരുന്നു, ആയുർവേദ പേഴ്സണൽ കെയർ എന്ന് പറഞ്ഞിട്ട് പോയിരുന്നു. അത് അതിന് പോയപ്പോൾ തന്നെ ഒരു ചെക്കൊക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്നുണ്ട്. അതിന് സർട്ടിഫിക്കറ്റ് കേട്ടില്ല നിങ്ങൾ തന്നെ. അതിൽ പറയുന്നുണ്ട് അക്യുപഞ്ചർ പഠിച്ച ആളാണ് പുള്ളിക്കാരനെന്ന്. ആ പുള്ളിക്കാരൻ തന്നെയാണ് പ്രസവം നടത്തിയത്. അക്യുപഞ്ചറും പ്രസവമായിട്ട് ആകെ ബന്ധമെന്ന് പറഞ്ഞാൽ പെയിൻ റിലീഫ്, സ്ട്രെസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കും എന്നല്ലാതെ വേറൊരു ബന്ധവും ഇല്ല. എന്തെങ്കിലും തരം ഇൻറ്റേർണൽ ബ്ലീഡിങ്ങോ കൊച്ചിനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ പുള്ളിക്കാരന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും രീതിയിലുള്ള ശ്വാസതടസ്സമോ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഒരു തരത്തിലും പുള്ളിക്കാരന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ടാണ് അക്യുപഞ്ചർ പഠിച്ചത് കൊണ്ടാണ് ഞാനിത് ചെയ്തതെന്ന്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അത് എങ്ങനെയാണ് ചെയ്തതെന്ന്. എന്നുവെച്ചാൽ സാധാരണഗതിയിൽ പ്രസവം നടക്കുന്ന സമയത്ത് കട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതാണ് എല്ലാവരും മൈൻഡ്. പക്ഷേ നമുക്കതിൻ്റെ ഒരു ആവശ്യം വന്നില്ല. കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി അങ്ങനെ തന്നെ വന്നതിന് ശേഷം ഞാൻ പൊക്കിൾ കൊടിയാണ് കട്ട് ചെയ്തത്. എന്നോട് എല്ലാവരും ചോദിച്ചു ആദ്യത്തെ പ്രസവം കട്ട് ചെയ്യേണ്ട എങ്ങനെ വന്നത്. അപ്പം ഹെൽത്ത് നാൾ വന്നപ്പോൾ ഓരും ചോദിച്ച് കട്ട് ചെയ്യേണ്ട എങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ അവരോട് അതന്നെ ചോദിച്ചത്. അതിപ്പോൾ ഞാൻ അല്ലല്ലോ പറഞ്ഞത്, നിങ്ങളല്ലേ ചോദിക്കേണ്ടത്. അപ്പോൾ അതും അവർക്കും അതില്ല. ഒരു സംഗതി എനിക്ക് ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇത് ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട് ജനന സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു? ഞാൻ ഇപ്പം ഇവിടെ ഹ്യൂമൻ റൈറ്റ്സിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു ഇപ്പോൾ ഈ മാസം തന്നെ സിറ്റിങ്ങിന് വിളിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, കൺഫർമേഷനും തന്നിട്ടുണ്ട്. കുട്ടിയും അമ്മയും സുഖമായിരിക്കും? ആ, അമ്മയും കുട്ടിയും സുഖമായിട്ടുണ്ട്, ഒരു പ്രശ്നമൊന്നുമില്ല. റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് അതിനുശേഷം, അതായത് പ്രസവത്തിന് ശേഷമെങ്കിലും ഹോസ്പിറ്റലിൽ പോയൊന്നും. അവർ തീർത്ത് പറയുന്നില്ല, പോയിട്ടില്ല. കുറച്ച് വീഡിയോസ് അങ്ങോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട് അവർ 4 വർഷമായി മെഡിസിൻ പോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ അതിൽ അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ അമ്മ ഹെൽത്തി ആയിരിക്കാം, അമ്മയ്ക്കത് പറയാൻ പറ്റും. അതുപോലെയാണോ കുട്ടിക്ക് വാ തുറന്ന് പറയാനുള്ള ശേഷിയൊന്നും? ഒന്ന് ചിന്തിച്ചാൽ മതി, ലോജിക്കലി ചിന്തിച്ചാൽ മതി. ഇവരെല്ലാവരും മറ്റേ വാക്സിൻ എതിരായിട്ടുള്ളവരാണ്. അതായത് മെഡിസിൻ എടുക്കില്ല, എന്ത് വന്നാലും മെഡിസിൻ എടുക്കില്ല എന്നൊരു തീരുമാനം എടുത്തവരാണ് ഇങ്ങനെ പലരും. ഇപ്പം മെൻഷൻ ചെയ്തതുപോലെ അമ്മയ്ക്കാണെങ്കിൽ വാ തുറന്ന് പറയാനുള്ള കഴിവുണ്ട്, എനിക്ക് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എനിക്ക് വേദന ഉണ്ടെന്ന്. അതുപോലെയാണോ ഒരു ജനിച്ചു വീണ കുട്ടിക്ക്?
ആ കുട്ടിക്ക് വാ തുറന്ന് സംസാരിക്കാനുള്ള കഴിവുണ്ടോ? നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരു പെയിനോ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാലോ കുട്ടി എങ്ങനെയാണ് അത് പ്രകടിപ്പിക്കുന്നത്? അതിൽ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, പുള്ളിക്കാരൻ പുറത്തു പോയി ബ്ലേഡ്, സാധാ ബ്ലേഡ്, അത് ഇതിൽ പറയുന്നില്ല, വേറൊരു ചാനലിൻ്റെ ഇതിൽ പറയുന്നുണ്ട്. അതായത് സാധാ ബ്ലേഡ്, ഒരു സർജിക്കൽ ബ്ലേഡ് പോലുമില്ല, സാധാ ബ്ലേഡ് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നു കട്ട് ചെയ്തു. അതിൽ നിന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആവുകയോ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിരുന്നെങ്കിലോ, ഏതെങ്കിലും രീതിയിൽ കൊച്ചിനോ അമ്മയ്ക്കോ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ച് അതിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയിരുന്നെങ്കിലോ കേസാവും, ഉറപ്പായിട്ടും കേസാവും. പുള്ളിക്കാരനെ അറസ്റ്റും ചെയ്യുമായിരുന്നു. ഒന്നേ പുള്ളിക്കാരന് ഇതിനെപ്പറ്റി നോളജ് ഇല്ല. ഇതിൽ അടുത്ത ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ, അതായത് ഭർത്താവ് അക്യുപഞ്ചർ പഠിച്ചതാണെന്ന് പറയുന്നു. അതുപോലെ ഭാര്യയും അക്യുപഞ്ചർ പ്ലസ് സൈക്കോളജിയാണ് പഠിച്ചത്. സൈക്കോളജി പഠിച്ചിട്ട് പോലും ആ പുള്ളിക്കാരിയും ഇതിനെതിരാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുക. പുള്ളിക്കാരി ഫസ്റ്റ് ഇയർ സൈക്കോളജി വിദ്യാർത്ഥിനിയാണെന്ന് അതിൽ പറയുന്നുണ്ട്. സൈക്കോളജിയിലൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഡെവലപ്മെൻറ്റൽ ഡിലേസ് വന്നാൽ, ഒരു കൊച്ചിന് ഡെവലപ്മെൻറ്റൽ ഡിലേസ് വന്നാൽ എന്തൊക്കെ തരം പ്രശ്നങ്ങളുണ്ടാവുമെന്ന്. അതെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ഇവർ ഈ സംഭവം ചെയ്തത്. ഇല്ല, ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്, ഫസ്റ്റ് ഇയർ ആണ് സൈക്കോളജി. കുട്ടീനെ ഹസ്ബൻഡ് നേരത്തെ അറിവുണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെ ഈ അക്യുപഞ്ചർ പഠിച്ചത്? അതെ അതെ അതെ, ഞാൻ ഇവരെയൊക്കെ മുന്നേ പഠിച്ച ആളാണ്. അപ്പം അറിവുണ്ടായിരുന്നു. വലിയൊരു കൗതുകമുള്ള കാര്യം. കൗതുകപ്പെടാനൊന്നുമല്ല, കാരണം ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. നമ്മൾ വലിയൊരു കാര്യമാക്കി എടുത്ത് അങ്ങനെ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കൊടുത്ത് ചെയ്യേണ്ട അതേ സെയിം കാര്യം നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തു, അത്രയേ ഉള്ളൂ. സുഖമായിരിക്കുന്നില്ലേ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. എന്തായാലും ഈ കാര്യങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രസവം നടന്ന സമയം, സ്ഥലം ഇതൊക്കെ തന്നെ കൃത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് ഈ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് നിഷേധിച്ചിരിക്കുന്നത്. ഇത് കിട്ടണമെന്ന കണ്ടില്ലേ, ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പുള്ളിക്കാരി പഠിക്കുന്നത് സൈക്കോളജിയാണ്, സൈക്കോളജി പഠിക്കുന്നുണ്ട്. അതുപോലെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു സംഭവമല്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഇതൊക്കെ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു വരുത്തിയൊരു മിത്താണ്. അതായത് പ്രസവിക്കുന്നതെന്ന് പറഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർക്ക് ചുമ്മാ എളുപ്പമാണ്, ചുമ്മാ തള്ളി വിടുന്നതാണ് അതൊക്കെ. അതും ഇപ്പം ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ട്, പണ്ടുള്ളവർ വീട്ടിൽ പ്രസവിച്ചല്ലോ, അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ലല്ലോ. പണ്ടത്തെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പണ്ടത്തെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, പണ്ടത്തതും ഇപ്പോഴത്തതുമായിട്ടുള്ള കാര്യങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അതായത് എത്രത്തോളം മരണം നടക്കുന്നുണ്ട്. ആശുപത്രിയിൽ പോലും പ്രസവിച്ചാൽ മരണം നടക്കുന്നെന്ന് ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷേ അതിൻ്റെ റേറ്റ് വളരെ കുറവാണ്. അതായത് പണ്ട് ഒരു 90-80 സമയത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്ക്. ഞാൻ ജസ്റ്റ് ഒരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ, ഇവിടെ എന്തായാലും വെക്കാതെ. അത് എത്രത്തോളം ഉണ്ടെന്നും 2024, അതായത് കഴിഞ്ഞ വർഷം എത്രത്തോളം ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോഴും മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ വാക്സിനേഷനും കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. വേറൊരു വീഡിയോയിൽ, അതായത് ഇതുപോലെ ഒരു ന്യൂസ് ചാനലിൻ്റെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അതിൽ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പറഞ്ഞ ഒരു കാര്യമാണ്, അവർ കമ്പയർ ചെയ്യുന്ന പല വാക്സിനെ അവർ കമ്പയർ ചെയ്യുന്ന കോവിഡിൻ്റെ വാക്സിനുമായിട്ടാണ്. ഈ കോവിഡിൻ്റെ വാക്സിനും ഈ പോളിയോ പോലുള്ളതൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. പോളിയോ എന്ന് പറയുന്നത്, പോളിയോയ്ക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്, അത് ഞാനിവിടെ വയ്ക്കാം. അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും പോളിയോ എന്ന് പറയുന്നത് അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിനുള്ള വാക്സിനേഷൻ എടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോജിക്കലി ചിന്തിച്ച് നോക്കുക. ഈ കോവിഡിൻ്റെ വാക്സിനുമായിട്ട് കമ്പയർ ചെയ്യാതെ നിൽക്കുക. അതിവിടെ കിടക്കുന്നു, ഈ പോളിയോ പോലത്തെ വാക്സിൻ അവിടെ കിടക്കുന്നു. ഈ കുട്ടികളുടെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കുട്ടികൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റില്ല. അതായത് ഇപ്പം ജനിച്ച കുട്ടികൾക്ക്, ആ കുട്ടി, നിങ്ങൾക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, എത്ര ദിവസം പ്രായമുണ്ട് ആ കുട്ടി സംസാരിക്കൂ. എനിക്ക് ഏറ്റവും ഷോക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ പുള്ളിക്കാരി പഠിക്കുന്നത് സൈക്കോളജിയാണ്. സൈക്കോളജി പഠിച്ചിട്ട് പോലും ഡെവലപ്മെൻറ്റൽ ഡിലേസും കാര്യങ്ങളും ഈ കൊച്ചിനെ പറ്റി ഒരു തരത്തിലുള്ള കൺസേണും അവർക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനിച്ച് ഇത്രയും നാളായിട്ടൊന്നും ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടില്ല. ആകെ കാണിച്ചത് ഏതോ ആയുർവേദ ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഉള്ളവരുടെ മുമ്പിലാണ് നമ്മൾ കൺസൾട്ട് ചെയ്യാൻ പോയി ഇരിക്കേണ്ടത്. ഈ പുള്ളിക്കാർ പഠിച്ച സൈക്കോളജിസ്റ്റ് ആയ നമ്മളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്നും പറഞ്ഞ് ഇവരെയൊക്കെയാണ് കൺസൾട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്തൊക്കെ പൊട്ടത്തരങ്ങളായിരിക്കും അവർ നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഡെവലപ്മെൻറ്റൽ ഡിലേസ് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ചുതരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ്. അത് വൺ ഓഫ് ദ പ്രോബ്ലം ഏതെങ്കിലും രീതിയിൽ ഉണ്ടാവാം എന്ന രീതിയിൽ മാത്രമാണ് അതിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതൊരു ഡോക്ടറിൻ്റെ വീഡിയോ ആണ്, നിങ്ങളെന്തായാലും അത് കണ്ടു നോക്ക്. ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാനിവിടെ വെച്ചുതരാം. വീടുകളിൽ വെച്ച് നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല പ്രസവം എന്ന് പറയുന്നത്. കാരണം ആരോഗ്യപരമായ ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സങ്കീർണതകളുടെ ഒരു സമയമാണ് ഗർഭകാലവും അതുപോലെ തന്നെ പ്രസവവും ഒക്കെ തന്നെ. ഈ സങ്കീർണതകൾ എപ്പോഴാണ് മൂർച്ഛിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. പ്രൊലോങ്ഡ് ലേബർ, വളരെ നേരം പ്രസവത്തിൽ ഇരിക്കുന്ന സമയത്ത് കുട്ടിയുടെ തലച്ചോറിനുണ്ടാകുന്ന
ഓക്സിജൻ്റെ അളവ് കുറയുകയും ബുദ്ധിമാന്ദ്യം കുട്ടികൾക്ക് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മൾ വീടുകളിൽ വെച്ച് പ്രസവം നടത്തുന്നത് നല്ലതല്ല. കേട്ടില്ലേ, ആ ഡോക്ടർ എടുത്ത് പറയുന്നുണ്ട് ബുദ്ധിമാന്ദ്യം. സൈക്കോളജി പഠിക്കുന്നവരാണ്. ബുദ്ധിമാന്ദ്യത്തെ പറ്റി അറിയില്ലെങ്കിൽ പിന്നെ അവർ എന്ത് സൈക്കോളജിസ്റ്റാണ്? അവരിത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഓഫ് ദ ടോപ്പിക്കാണെന്ന് അറിയാം. എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സൈക്കോളജി പഠിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റൽ ഡിലേ കൊച്ചിന് വന്നാൽ അത് നല്ല രീതിക്ക് അഫക്റ്റ് ചെയ്യും. സീരിയസ്ലി, നിങ്ങൾ ഏതെങ്കിലും ഒരു സൈക്കോളജിക്കൽ ക്ലിനിക്കിൽ, അത് മെൻ്റലി മാത്രമല്ല ഫിസിക്കലിയും, നല്ല രീതിയിൽ മെൻ്റലിയും ഫിസിക്കലിയും രണ്ട് രീതിക്കും അത് അഫക്റ്റ് ചെയ്യും. ഒരു സൈക്കോളജിക്കൽ ക്ലിനിക്കിൽ പോയി നോക്കിയാൽ മതി എത്രത്തോളം കേസുകളാണ് പറഞ്ഞതെന്ന് ഡെവലപ്മെൻറ്റൽ ഡിലേസ് കാരണം. ഡെവലപ്മെൻറ്റൽ ഡിലേസ് വന്നാൽ ഭയങ്കര പാടാണ്. സീരിയസ്ലി ഭയങ്കര പാടാണ്. ആ ഒരു കൊച്ചിനെ റേസ് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. നിങ്ങളൊരു ക്ലിനിക്കിൽ എവിടെയെങ്കിലും പോയി ഒന്ന് കൺസൾട്ട് ചെയ്യാനല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. ഇൻപേഷ്യൻസ് ഉള്ള സ്ഥലത്ത് പോയി നോക്കുക. ഈ വീട്ടിലെ പ്രസവം ഒരിക്കലും എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം സയൻസ് ഇത്രത്തോളം വളർന്നു, ഇത്രത്തോളം ഫെസിലിറ്റീസ് നമുക്കുണ്ട്. ഞാൻ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിന് പുറത്തോട്ട് ഉണ്ട് ഇഷ്ടം പോലെ ഈ ഹോസ്പിറ്റലിൽ അല്ലാതെ വീടുകളിലൊക്കെ ജനിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ അവരുടെ മോർട്ടാലിറ്റി റേറ്റും കൂടെ ഒന്ന് എടുത്ത് നോക്കണം. എത്ര കുട്ടികൾ ജനിക്കുമ്പോൾ എത്ര കുട്ടികൾ മരിക്കുന്നു എന്ന്. ഏകദേശം 42%, അതായത് നോർത്തിലോട്ട് 42 തോന്നുന്നു, ഇവിടെ വായിച്ചൊരു കണക്കാണ്. 42% ആളുകൾ ഹോസ്പിറ്റലിലല്ല കുട്ടികളെ ഇങ്ങനെ ജനിപ്പിക്കുന്നത്. പക്ഷേ ആ 42%-ലും 62% ഡെത്തുകൾ സംഭവിക്കുന്നുണ്ട്. ആ 42-ൽ 62%. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക.